നമസ്കാരം, വീണ്ടും സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റനാണ്. ഈ അടിപൊളി എന്നുള്ളതിനും കവിഞ്ഞ് ഇതൊരു എക്സാമിന് വളരെ സാധ്യതയുള്ള ക്വസ്റ്റനാണ്. മറ്റൊരു പ്രത്യേകത, ഇത്തിരി നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റനാണ്. സാധാരണ അങ്ങോട്ട് ഒരാളെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ഒരു രീതി അതാണ്, ആ സ്ട്രക്ചർ അതാണ് ക്വസ്റ്റൻ്റേത്. അതുകൊണ്ട് ഇവനെ പഠിച്ചോണം. ഇത് നമ്മുടെ ഇപ്പോൾ പ്ലസ് വൺ റെഗുലറായിട്ട് പഠിക്കുന്നവർക്കും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ക്വസ്റ്റനാണ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനിലെ പെർമ്യൂട്ടേഷൻ്റെ ക്വസ്റ്റനാണ്. എന്തായാലും ചെയ്യാം. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ഒന്നുകിൽ ചിലപ്പോൾ ഓർക്കുമായിരിക്കും, എന്നാലും ചെയ്യേണ്ട മെത്തേഡൊക്കെ മറന്നുപോയി കാണും ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ പഠിപ്പിച്ചതിൻ്റെ ഒരു ചെറിയ ഓർമ്മ കാണും. മിക്ക കുട്ടികൾക്കും എന്തായാലും ഇതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം എടുത്തേക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിച്ചോണം. ക്വസ്റ്റൻ എല്ലാവരും ഒന്ന് വായിച്ചു തരാം. 5 × 4PR ഈസ് ഈക്വൽ ടു 6 × 5PR-1 ഫൈൻഡ് ഔട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാത്സിന് വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട രീതിക്കുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ, അതിനുവേണ്ട ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെ പഠിക്കണം, ഏത് ക്വസ്റ്റ്യൻസുകൾ, ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, എല്ലാം ഓർഡറാക്കി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നൊരു ക്വസ്റ്റ്യൻ പാക്കേജ് ലാസ്റ്റ് തരും. അത് മാത്രം റിവിഷൻ നടത്തിക്കൊണ്ട് പോവുക. ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും നല്ല രീതിയിൽ കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ. അതിന് നിങ്ങൾ താഴെ തന്നേക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇത്രയൊക്കെ പ്രസംഗിച്ചു, പ്രസംഗമൊക്കെ മതി. ഓക്കെ, നമ്മൾ നോക്കിക്കോണേ. NPR നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് NPR? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ഫോർമുല. NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ മോനെ 4PR അതേപോലെ അല്ലേ. NPR 4PR n 4 ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 × ഈ 4PRന് പകരം ഇതേപോലെ അപ്ലൈ ചെയ്താൽ ഈ n കണ്ടോ ആരായിക്കോ 4, ഈ 6 തന്നെയാണ്, പക്ഷേ n 4 ആയി. അപ്പം n ഫാക്ടോറിയൽ എന്നുള്ളത് 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ ആയി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് അത് തന്നെ. 6 × വിട്ട ശേഷം കണ്ടോ 5PR-1. 5PR-1 എന്ന് പറഞ്ഞാൽ ആ n-ൻ്റെ പ്ലേസിൽ 5, ആറിൻ്റെ പ്ലേസിൽ R-1. കണ്ടോ, 6ൻ്റെ പ്ലേസിൽ 6 നല്ല കേട്ടോ. ഇവിടെ 6 ആയിരുന്നു, പക്ഷേ ഇവിടെ R-1 ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ എഴുതിയേക്കുന്നത് എന്താ മോനെ, ഇത് മൈനസ് ഇത് ഫാക്ടോറിയൽ, അങ്ങനെയാണ് കേട്ടോ. ഇത് മൈനസ് ഇത്, ഇതിൽ നിന്നും ഇതിനെ കുറച്ചാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. ഞാൻ എഴുതാൻ പോവാണ് 5 ഫാക്ടോറിയൽ ബൈ ഡിനോമിനേറ്റർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്, ഈ പ്രിഫിക്സ് മൈനസ് സഫിക്സ്. അപ്പോൾ ഇവിടെ വരുന്നത് 5 മൈനസ് R-1. ഇതാണ്, ഇങ്ങനെയാണ് ഇതിനെ എഴുതേണ്ടത് കേട്ടോ. 5 മൈനസ് R-1 എന്നിട്ട് വേണം എന്ത് കൊടുക്കാൻ, ഫാക്ടോറിയൽ. കണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും താഴെ പോകാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് 5 × 4 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ. അവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ 6 × 5 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 × 5 ബൈ ഡിനോമിനേറ്റർ നോക്കിക്കോണേ 5 എഴുതി. ഈ മൈനസ് ഈ കുട്ടി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -6 മൈനസ് മൈനസ് +1, അപ്പം -6 + 1 ഹോൾ ഫാക്ടോറിയൽ. ഓക്കെ, നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് കുറേ പേരൊക്കെ വെട്ടിക്കളയാൻ മോനെ. 1 2 3 4 1 2 3 4 ഇവിടെ ഈ 5 ചേരുമ്പോൾ 1 തൊട്ട് 5 വരെ അങ്ങ് വെട്ടിക്കളയാം. കണ്ടോ, ന്യൂമറേറ്റർ കോമൺ ആയിട്ടുള്ള സെയിം ടേംസുകളുടെ പ്രോഡക്റ്റ് ആണ്, വെട്ടിക്കളയാം. അപ്പോൾ ഇനി ഇവിടെ ആരും ഇല്ലെന്ന് കരുതണ്ട, എല്ലാവരും വെട്ടിപ്പോയാൽ അവിടെ ഒരു 1 ഉണ്ട് കേട്ടോ. നമ്മുടെ ദൈവമുണ്ട്, 1 ഉണ്ട്. അപ്പോൾ 1 ബൈ ആരായി മോനെ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു ഇവിടെ ആകുമ്പോൾ എന്താണ് മോനെ 6 ബൈ അല്ലേ 5 മൈനസ് ആർ + 1. 5 + 1 വാട്ട് ഈസ് 5 + 1 6 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതുവരെയൊക്കെ എത്തി. ഇനി അടുത്തൊരു പരിപാടിയും കൂടെ കഴിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ n ഫാക്ടോറിയൽ, ഈ n ഫാക്ടോറിയലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം മോനെ, n × n-1 ഫാക്ടോറിയൽ. ഇതിൻ്റെ ലോജിക്ക് പറയാൻ ശ്രദ്ധിച്ചോ. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, കണ്ടാൽ മനസ്സിലാകത്തില്ല. നോക്കിക്കോണേ. ഇപ്പോൾ 10 ഫാക്ടോറിയൽ, ഈ 10 ഫാക്ടോറിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ മോനെ 10 × എന്ന് എഴുതാം. എന്നിട്ട് 9 എഴുതി, 10 9 എഴുതല്ല. അങ്ങനെയാണെങ്കിൽ ആ 9 എന്ത് കൊടുക്കണമെന്ന് അറിയാമോ, ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതാം. എന്നൊരു വലിയ നമ്പർ ഫാക്ടോറിയലിനെ ആ നമ്പറെ × 1 കുറച്ച്
അങ്ങനെ എഴുതാം. ഒന്ന് കുറച്ച് ഫാക്ടോറിയൽ കൊണ്ട് നിർത്താം. ഇനി നിർത്തുന്നില്ല, അടുത്തോടെ ഞാൻ എഴുതിക്കോ. അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ കൊടുക്കരുത്. ഇൻറ്റു അടുത്ത് എഴുതുന്നെങ്കിൽ എവിടെയാണോ കൊണ്ട് നിർത്തുന്നത് അവിടെ ഫാക്ടോറിയൽ കൊടുത്ത് നിർത്തണം. അപ്പം 9 × 10 × 9 × 8 വരെ എഴുതുന്നുള്ളൂ. 8ന് ഫാക്ടോറിയൽ. ഇനി എഴുതാൻ വേണേ ഒന്നുകൂടെ കുറച്ച്, ഇങ്ങനെ ഓരോന്ന് വെച്ച് കുറച്ച് പോയി എവിടെയാണ് നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന നമ്പർ, ആ നിർത്താൻ ഉദ്ദേശിക്കുന്ന നമ്പറിന് ഫാക്ടോറിയൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ മോനെ? അപ്പോൾ ഏത് വലിയ നമ്പറിന് ഇങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ കുറക്കുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 6 - r ഫാക്ടോറിയലിന് നമുക്ക് ആ രീതി കൂടെ മാറ്റാൻ പോവുക. ഞാൻ അതിന് വേണ്ടിയാണ് പറഞ്ഞത്. നോക്കിക്കോണേ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അങ്ങനെ തന്നെ എഴുതി 1/4 - r ഫാക്ടോറിയൽ ഈക്വൽ ടു 6 ഈ 6 - r ഫാക്ടോറിയൽ ഞാൻ ഈ 10 ഫാക്ടോറിയൽ പോലെ കരുതുക. അപ്പോൾ 10 ഫാക്ടോറിയലിൻ്റെ ആൻസർ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഈ 10 എഴുതുക, ഇരുന്ന് ഒന്ന് കുറച്ചു, ഒന്ന് കുറച്ചു, കണ്ടോ? ഇങ്ങനെ ഓരോന്ന് വെച്ച് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ 6 - r ഫാക്ടോറിയലിനെ 6 - r എഴുതി, ഒന്ന് കുറയ്ക്കുമ്പോൾ എന്താവുന്നത്? 5 - r ആയി. ശരിയല്ലോ? 6 - r നിന്ന് ഒന്ന് കുറഞ്ഞ 6 നിന്ന് ഒന്ന് കുറഞ്ഞ 5 - r. ഒന്നുകൂടെ കുറച്ചു. ഞാൻ ഒന്നുകൂടെ കുറയ്ക്കുമ്പോൾ എത്ര മോനെ? 4 - r ആയി. ഇനി ഒന്നുകൂടെ വേണം കുറയ്ക്കുക, പക്ഷെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടോ 4 - r ഫാക്ടോറിയൽ, ഇവിടെയും 4 - r ഫാക്ടോറിയൽ ക്യാൻസൽ ആക്കാം. ഓക്കെ, ഇവൻ ക്യാൻസൽ ആവാതെ ഇനി മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഫാക്ടോറിയൽ ഇട്ടുകൊണ്ട് എവിടെ കൊണ്ട് നിർത്താനില്ല. അപ്പോൾ അവൻ ഇല്ലാതാവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തിനാണ് 2 തവണ എഴുതുന്നത് മനസ്സിലായി? മൂന്നാമത്തെ തവണ എഴുതുന്നത് ഇതാണ്. അപ്പോൾ അത് വെട്ടിക്കളയാം. ബാക്കി ഇപ്പോൾ ഇച്ചിരി നമുക്ക് നല്ലതായി. നോക്കിക്കേ, ദാറ്റ് ഈസ് 1 = 6/6 - r ഇൻറ്റു ആരായി മോനെ? 5 - r. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് ഇൻറ്റു 1, ഇതേ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ അത് തന്നെ 6 - r ഇൻറ്റു 5 - r ഈക്വൽ എത്ര എന്നായി? 6. ഓക്കെ, നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലൈ ഈ 2 ബ്രാക്കറ്റ് ഇങ്ങോട്ട് വന്നു കേട്ടോ. ബാക്കി ഇവിടെ 6 മാത്രം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം പരിചയമായി. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന പോലെ 6 × 5 30, 6 × -r -6r, -r × 5 -5r, -r × -r + r². ഈ +6 ഇപ്പുറത്ത് വരുമ്പോൾ -6 = 0. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് r² എഴുതി. -6r -5r -11r, 6 × 5 = 11. ഓക്കെ, 2 നെഗറ്റീവ് എന്നെ വേണേൽ കൂട്ടണം. 30 ന്ന് 6 പോയാൽ +24 ഈക്വൽ എത്രയാണ്? 0. r² - 11r + 24 ഈക്വൽ 0 ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സോൾവ് ചെയ്ത് r-ൻ്റെ വാല്യൂ -b + or -√b² - 4 is whole divided by 2 സം ഓഫ് പ്രോഡക്റ്റ്. എന്തെങ്കിലും CBC-ക്കാർ സമ്മും പ്രോഡക്റ്റും മിഡിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സമ്മ് -11, പ്രോഡക്റ്റ് 24 ഇങ്ങനെ എടുക്കാം. സമ്മ് -11ഉം പ്രോഡക്റ്റ് 24ഉം. 2 നമ്പറിനെ ഒന്ന് കണ്ടുപിടിക്കാൻ മോനെ. സമ്മ് -11ഉം പ്രോഡക്റ്റ് 24ഉം വരുന്ന നമ്പർ കൂട്ടിയാൽ -11, ആഡ് ചെയ്താൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ +24. ദേ ആർ -8 ആൻഡ് -3. ശരിയല്ലേ? -8ഉം -3 ആഡ് ചെയ്താൽ -11, -8 × -3 +24. കറക്റ്റ് ആണല്ലോ? എന്ന് പറയുമ്പോൾ r-ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ഈ 2ന് സൈൻ മാറ്റി +8 ആൻഡ് +3 എടുക്കണം കേട്ടോ. അവിടെ കിട്ടുന്ന r-ൻ്റെ ആൻസേഴ്സുകളുടെ സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ, ഇതിന് സൈൻ മാറ്റി വേണം r-ൻ്റെ വാല്യൂവിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. അപ്പോൾ r-ൻ്റെ വാല്യൂ +8 ആൻഡ് -b + or - ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഇവിടുന്ന് ഏത് വാല്യൂ ആണ് നമുക്ക് ചൂസ്? r-ന് 2 വാല്യൂ കിട്ടിയില്ലയോ? അതെന്താ പരിപാടിയാണ്? ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? therefore r is equal to +8നെ ഒഴിവാക്കുക, +3യെ നമ്മൾ സെലക്ട് ചെയ്യുക. റീസൺ കേട്ടോ? ഇവിടെ നോക്കിക്കാൻ മോനെ 4PR കണ്ടോ? ഈ r-ൻ്റെ പ്ലേസിൽ വരേണ്ട നമ്പറാണ്. ഒരിക്കലും ഇവിടെ 8 വന്നാൽ വായിക്കുന്നത് എങ്ങനെ മോനെ? 4P8 മീനിങ്ലെസ്സാണ്. ബട്ട് ആ 3 എടുത്തു കഴിഞ്ഞാലോ, 3 ഇവിടെ വായിച്ചാലോ 4P3 മീനിങ്ങാ. എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിൽ നിന്നും 3 എണ്ണം, അതെല്ലാവരും ഓക്കെയാണ്. ഇവിടെ 8 കൊടുത്താൽ 4 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം പറ്റുമോ? 4 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരിക്കലും r-ൻ്റെ വാല്യൂ 8 പോസിബിൾ അല്ല. therefore ഇപ്പോൾ ഇവനെ നമുക്ക് വേണ്ട. r = 3 is the only possible value. കൃത്യമായല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായെങ്കിൽ ഒരാൾ ഉറപ്പായിട്ടും മോനെ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലോ മാക്സിമം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഈ പ്രോബ്ലമൊക്കെ ഇത്തിരി ടഫായതുകൊണ്ട് ചില കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ ഇതൊന്ന് കണ്ട ചിലപ്പം മനസ്സിലായെങ്കിലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.